ഒരു വിദേശ രാജ്യത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ട് ഇപ്പോൾ ഒരു അവസരം തന്നാൽ എത്ര പേർക്ക് പോകാൻ താല്പര്യമുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്തേ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ട്യൂഷൻ ഫീസ് ഒന്നും കൊടുക്കേണ്ട, സൗജന്യമായിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ ആലോചിക്കായിരുന്നു, ജർമ്മനി പോലുള്ള ഒരു രാജ്യത്ത് നമുക്ക് സൗജന്യമായിട്ട് മാസ്റ്റേഴ്സ് പഠിക്കാൻ പറ്റുമ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികൾ അതിനുവേണ്ടി അപ്ലൈ ചെയ്യാത്തത്? കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടൂ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെയൊക്കെ പഠിക്കാൻ പറ്റൂ എന്ന് വിചാരിച്ചിട്ടാണോ? ഇനി ആ പേടി വേണ്ട. ജർമ്മൻ ലാംഗ്വേജ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ജർമ്മനിയിൽ കുറഞ്ഞ മാർക്കുള്ളവർക്ക് വരെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ആയിട്ട് അഡ്മിഷൻ എടുക്കാനും പഠിക്കാനും പറ്റുന്ന ഒരു അവസരം വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്, എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞുതരാം. പണ്ടും ഇതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരുന്നു. അന്നും ലക്കിലി ഒരുപാട് കുട്ടികൾ അതിനുവേണ്ടി അപ്ലൈ ചെയ്ത് അവർക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ ജർമ്മനിയിൽ പഠിക്കാനായിട്ടുള്ള ഓഫർ ലെറ്ററെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് പിന്നെയും വന്നേക്കാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളത് ഞാൻ പറയാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾ ബാച്ചിലേഴ്സിൽ ഏത് കോഴ്സാണ് പഠിച്ചതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഞാനിനി പറയാൻ പോകുന്ന ചില കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടായാൽ മാത്രം മതി. സാധാരണ ജർമ്മനിയിൽ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ നോർമൽ എഡ്യൂക്കേഷനിലോ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനാണെങ്കിൽ പ്രധാനമായിട്ടും വേണ്ട കുറച്ച് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്, പബ്ലിക്കിലാണെങ്കിൽ അത്യാവശ്യം നല്ല മാർക്ക് വേണം, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തേത് നിങ്ങൾക്ക് IELTS വേണം. IELTS ഒരു 6.5 ഒക്കെ ഉണ്ടെങ്കിൽ നല്ലത്. അതേപോലെ തന്നെ APS എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ചെയ്യണം. ഇത് ഈസി ആയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം. ഏകദേശം ഒരു 18,000 രൂപ എന്തൊക്കെയോ ചിലവുണ്ട് അതിന്, ഓൺലൈനിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ മാത്രമായിട്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഞാനിനി പറയാൻ പോകുന്ന കുറച്ച് കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടെങ്കിലും ഈ പ്രോസസ്സിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സൗജന്യമായിട്ട് ജർമ്മനിയിൽ പഠിക്കാനും പറ്റും. അപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഞാൻ ആ പറഞ്ഞ കോഴ്സുകൾ. BTech, BSc, അതുപോലെ BCA പോലെയുള്ള കോഴ്സുകൾ. ഈ കോഴ്സുകൾ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ലക്കിയാണ്. കാരണം ഇത്രയും കുറവ് മാർക്കിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. മറ്റു കോഴ്സുകൾ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റുന്ന നല്ല നല്ല കോഴ്സുകൾ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇനി എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നൊരു ചോദ്യമാണ് ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷൻ. സംഗതി ഫ്രീ എഡ്യൂക്കേഷൻ ആണ്, എന്നാലും നമ്മൾ നാട്ടിൽ നിന്ന് ഇത് കയറി പോകാനായിട്ട് ഏകദേശം എത്ര രൂപ ചിലവ് വരും? അപ്പോൾ ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് പഠിക്കാൻ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ട്യൂഷൻ ഫീസിലാണ്, അല്ലേ? നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ പഠനത്തിന് വേണ്ടി കൊടുക്കുന്ന തുകയാണ് ഏറ്റവും വലിയ തുക. അത് ഏകദേശം ജർമ്മനിയിൽ ഇപ്പോൾ സാധാരണ ഒരു യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഏകദേശം ഒരു 10 ലക്ഷം രൂപ അടുത്ത് വരുമെന്ന് വിചാരിക്കാം. 10 ലക്ഷത്തിന് താഴെയുള്ള കോഴ്സസ് ഉണ്ട്, മുകളിലുള്ള കോഴ്സസ് ഉണ്ട്. അതിപ്പോൾ 1.5 വർഷത്തെ കോഴ്സാണെങ്കിലോ അല്ലെങ്കിൽ 2 വർഷത്തെ കോഴ്സാണെങ്കിലോ അപ്പോൾ എത്ര രൂപ വരും എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു ചിലവ് നമുക്ക് വരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ചിലവ്. ഇനി രണ്ടാമത്തേത്, നമുക്ക് ജർമ്മനിയിൽ താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ജീവിക്കാനും മൊബൈൽ റീചാർജ് ചെയ്യാനും അങ്ങനെയൊക്കെ വരുന്ന ലിവിങ് എക്സ്പെൻസ്, അതും ഏകദേശം ഒരു 10 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ആ ഒരു ചിലവും വരുന്നുണ്ടെന്ന് വിചാരിക്കാം. പിന്നെ വരുന്നതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കയറി പോകാനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റേഷൻ, വിസ പ്രോസസ്സ്, ടിക്കറ്റ്, ഏജൻസിയുടെ സർവീസ് ചാർജ്, അതേപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് APSൻ്റെ ചാർജ്, അങ്ങനെയെല്ലാം കുറച്ച് ചിലവ് അതിനും വരുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും, ഇങ്ങനെ 3 ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ഒരു എഡ്യൂക്കേഷനിലുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ചിലവായിട്ടുള്ള ഈ ഒരു ട്യൂഷൻ ഫീസ് 10 ലക്ഷം രൂപയെങ്കിലും മിനിമം നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് ഇനത്തിൽ കുറയ്ക്കാൻ പറ്റും. പിന്നീട് വരുന്നത് ലിവിങ് എക്സ്പെൻസും അതേപോലെ തന്നെ ഏജൻസി ഫീസും. അതിപ്പോൾ നിങ്ങൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ജീവിത ചിലവ് തന്നെയാണ്. ഏജൻസിക്ക് കാശ് കൊടുക്കണമെങ്കിൽ അതെന്തായാലും കൊടുക്കണം, കാരണം അവരാണ് ഇതിൻ്റെ സർവീസ് എല്ലാം ചെയ്തു തരുന്നത്. അപ്പോൾ ആ ഒരു ചിലവ് എന്തായാലും വരും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ട്യൂഷൻ ഫീസ് ഇല്ല, അത് ശരിയാണ്. പക്ഷേ അവർക്ക് ചെറിയൊരു തുക സെമസ്റ്റർ കോൺട്രിബ്യൂഷനായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അത് വളരെ തുച്ഛമായിട്ടുള്ളൊരു തുകയായിരിക്കും. ചിലപ്പോൾ ഒരു 200 അല്ലെങ്കിൽ 250 യൂറോ മുതൽ ചിലപ്പോൾ ഒരു 1000 യൂറോ വരെ പോയേക്കാം. അത് യൂണിവേഴ്സിറ്റി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റി കിട്ടുന്നോ അതിനനുസരിച്ചിട്ടാണ്. എന്നാലും അതും നമ്മളിപ്പോൾ എബ്രോഡ് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രോസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിൽ നോക്കുമ്പോൾ ആ ഒരു തുകയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ചില സമയത്ത് ആ ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷനായിട്ട് ചെറിയൊരു തുക നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപ കൊടുക്കുന്നിടത്ത് ചെറിയൊരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ കൊടുത്ത് ഈ ഒരു കാര്യം ഒഴിവാക്കിയെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇനി എല്ലാവർക്കും വേറൊരു സംശയമുള്ളത്, ഞാൻ ഏത് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി വഴി അപ്ലൈ ചെയ്യണമെന്നുള്ളതാണ്. പലർക്കും അറിയില്ല. കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റുകൾ പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചു. ആ കുട്ടി ഒരു രാജ്യത്ത് അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്തിട്ട് തിരുവനന്തപുരത്ത് എന്തോ ഉള്ളൊരു ഏജൻസിയാണ്. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. കാരണം ആ ഒരു കൺസൾട്ടൻസിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പോലും അറിയില്ല.
അങ്ങനെ അവർ കുറേ നാൾ, ഒരു വർഷത്തിന് മുകളിൽ ഈ കുട്ടിയെയും കുട്ടിയുടെ മാതാപിതാക്കളെയും ചുമ്മാ പറഞ്ഞ് സമയം കളഞ്ഞ് ആ കുട്ടിക്ക് അഡ്മിഷനും കിട്ടിയില്ല, പോകാനും പറ്റിയില്ല. അപ്പോൾ ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാതിരിക്കാനായിട്ട് ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ അറിയുന്ന ആൾക്കാർ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം. അപ്പോൾ ഇതാണ് നിങ്ങൾ അഡ്മിഷൻ ഏജൻസിയെ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ജോബ് കിട്ടുമോ എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ജർമ്മനിയിൽ നിന്നല്ല, ഏത് രാജ്യത്താണെങ്കിലും ജോബ് കിട്ടുക എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവിനെയും ലക്കിനെയും അതേപോലെ തന്നെ നിങ്ങളുടെ പഠിപ്പിനെയൊക്കെ അനുസരിച്ചിട്ടാണ്. പല ആൾക്കാരും പറയും ഈ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ജോലി കിട്ടും, ഈ രാജ്യത്ത് പോയാൽ ജോലി കിട്ടില്ല എന്ന്. ഈ രണ്ട് രാജ്യത്തും ജോലി കിട്ടുന്നവരും കിട്ടാത്തവരും ഉണ്ട്. അതിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു രാജ്യം പോലും ചുമ്മാ അങ്ങ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി എടുത്ത് അങ്ങ് നമ്മുടെ തലയെ കെട്ടി വെച്ച് തന്നെ പോലെയുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. നിങ്ങൾ അങ്ങനെ ആലോചിക്കരുത്. ഇന്ത്യയിൽ എങ്ങനെയാണോ ജോലി കണ്ടുപിടിക്കുന്നത് അതേപോലെ തന്നെയാണ് ജോലി അവിടെ പുറത്തും കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഏത് രാജ്യത്ത് പോകുന്നോ ആ രാജ്യത്തിൻ്റെ ലാംഗ്വേജ് സംസാരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. അല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ ജർമ്മനിയിൽ പോയി, ജർമ്മനി ചെന്നിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ അല്ലെങ്കിൽ മലയാളം മാത്രമേ ഞാൻ സംസാരിക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി തരാൻ പോകുന്നില്ല. ആ രാജ്യത്ത് ജർമ്മൻ ആണെങ്കിൽ ജർമ്മൻ പഠിക്കണം. ഓസ്ട്രിയ പോവുകയാണെങ്കിൽ നിങ്ങൾ ജർമ്മൻ പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പോളണ്ടിൽ പോവുകയാണെങ്കിൽ പോളിഷ് പഠിക്കണം. ഇനി ഓസ്ട്രേലിയ ന്യൂസിലൻഡിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം, അതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്താൽ മതി. പക്ഷേ അവിടെ പഠിക്കാനായിട്ട് അത്യാവശ്യം കാശ് വരും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും അതിനനുസരിച്ച് ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിക്കാൻ പോകുന്നതിന് മുന്നേ ചെറിയ രീതിയിൽ ജർമ്മൻ ലാംഗ്വേജ് A1 A2 ലെവലൊക്കെ ഇവിടുന്ന് പഠിച്ചിട്ട് ഒരു B1 B2 ലെവൽ നിങ്ങൾ ജർമ്മനിയിൽ ചെന്ന് പഠനത്തിനിടയിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു നല്ല ജോലി കിട്ടാനായിട്ട് നിങ്ങൾക്കത് ഉപകരിക്കുകയുള്ളൂ. സാധാരണ കുട്ടികൾ ജർമ്മനിയിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാവരും പാർട്ട് ടൈമിൻ്റെ പിന്നാലെയാണ്, പെട്ടെന്ന് തന്നെ കാശുണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഠനത്തിന് ശേഷമുള്ള സമയങ്ങളിൽ ഇവർ ലാംഗ്വേജ് പഠിക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കില്ല. എങ്ങനെയെങ്കിലും കുറച്ച് കാശ് ഉണ്ടാക്കാനായിട്ടുള്ള വ്യഗ്രതയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ പോയി ഇവരെന്ത് ചെയ്യും, പഠിച്ചിറങ്ങുമ്പോഴേക്കും ഇവർക്ക് ലാംഗ്വേജ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് ഇവർ പോകും. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് നല്ല ജോലി നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല. എന്നാൽ ഇത് അറിയാവുന്ന ആൾക്കാർ കറക്റ്റായിട്ട് ലാംഗ്വേജ് നല്ല ഫ്ലുവൻ്റ് ആവാൻ നോക്കും. സോ എപ്പോഴും ഏത് രാജ്യത്തും നിങ്ങൾ പഠിക്കാൻ പോക്കോ, നിങ്ങൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പേ ആദ്യം ആലോചിക്കേണ്ടത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന രാജ്യത്തെ ലാംഗ്വേജ് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും ജോലി കിട്ടും. പിന്നെ ക്ലാസ്സിൽ നിങ്ങൾ ഉഴപ്പാനോ അറ്റൻഡൻസ് ഇല്ലാതെ നടക്കാനോ ഒന്നും പറ്റില്ല. കറക്റ്റായിട്ട് പഠിക്കണം. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തായാലും ഒരു കോംപ്രമൈസ് ചെയ്യരുത്. പിന്നെ എല്ലാവരും ചോദിക്കും ജർമ്മനിയിൽ PR കിട്ടുമോ, സെറ്റിൽ ആവാൻ പറ്റുമോ? അപ്പോൾ ജർമ്മനിയിൽ PR എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം പല വഴികളുണ്ട്. ബ്ലൂ കാർഡ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ വർഷം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ PR-ലേക്ക് മാറാനോ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് വേണ്ടവർക്കാണെങ്കിൽ അങ്ങോട്ട് മാറാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അതില്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതിനെല്ലാത്തിനും അടിസ്ഥാനം എപ്പോഴും ഈ PR-ലോട്ടോ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിലോട്ടൊക്കെ പോകുമ്പോൾ ഏറ്റവും അടിസ്ഥാനം ലാംഗ്വേജ് തന്നെയാണ്. അപ്പോൾ അത് എന്തായാലും എല്ലാവരും പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു പെട്ടെന്ന് വന്നിട്ടുള്ള ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്തായാലും കളയരുത്. ഇത് കളഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറേ നാളത്തേക്ക് നിങ്ങൾക്ക് ഇത് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. അല്ലാത്തവർ ഇനി ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ ഈ കോഴ്സുകൾ, ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ച കോഴ്സുകൾ പഠിച്ചവരുണ്ടെങ്കിൽ അവർക്കിതൊന്ന് അയച്ചു കൊടുക്കുക. കാരണം ചിലപ്പോൾ അവർക്ക് പുറത്ത് പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും, ബഡ്ജറ്റ് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ മാക്സിമം അത് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വിഷുദിനം ആശംസിക്കുന്നു. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. അതുവരേക്കും ബൈ.